ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് അസ്. ഞാൻ രേവതി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആൽക്കഹോൾ ചേർക്കാത്ത ഒരു അടിപൊളി ഈസി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടിയുള്ള പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി, 2 തരം റേസിൻസ്, കുറച്ച് ചെറീസ്, പിന്നെ കുറച്ച് ഡേറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ആണ്. അതിലോട്ടാണ് നമ്മുടെ ഈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ സോക്ക് ചെയ്ത് വെക്കാൻ പോകുന്നത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ക്രിസ്റ്റലൈസ്ഡ് ജിഞ്ചറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഓവർനൈറ്റ് ആണ് സോക്ക് ചെയ്യാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ സ്ട്രെയിൻ ചെയ്തിട്ട് അതിൽ എക്സസ് ആയിട്ട് വരുന്ന ജ്യൂസ് കളയണ്ട കേട്ടോ, നമുക്കത് ആവശ്യമുണ്ട് ലാസ്റ്റ് കേക്കിലോട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ അതിലോട്ട് വേണ്ടത് ഒരു വലിയ കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പു, പിന്നെ ഒരു പകുതി കഷ്ണം ജാതി. ഇത് മൂന്നും കൂടെ നന്നായി പൊടിച്ചെടുത്തത് 1 ടീസ്പൂൺ ഇതിലോട്ട് ചേർക്കാം. പിന്നെ ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് ബ്രൗൺ ഷുഗർ ആണ്. ആദ്യം ഒരു 1/2 കപ്പ് ചേർത്ത് ബീറ്റ് ചെയ്യാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനേൽ ഒരുപാട് ബ്രൗൺ കളർ ഉണ്ടാവില്ല. അപ്പം നല്ല ബ്രൗൺ കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ആൽക്കഹോൾ ചെയ്തിട്ടുള്ള പ്ലം കേക്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഒരു രീതി കാണണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇനി അതിലോട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പ്ലം കേക്കിന്റെ എസൻസ് ആണ്. അപ്പോൾ പ്ലം കേക്കിന്റെ എസൻസ് വേണം നിർബന്ധമില്ല. നോർമൽ വാനില എസൻസോ അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് എസൻസോ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. 3 എണ്ണം കൂടെ ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യരുത്. ഇനി ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാമും 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ക്രഷും ആണ്. ഓറഞ്ച് ക്രഷ് ഇല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് സെസ്റ്റ് ചേർക്കാം. ഇതുപോലെ ഓറഞ്ചിന്റെ തൊലിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഓറഞ്ച് സെസ്റ്റ് റെഡിമെയ്ഡ് ആയിട്ടും വാങ്ങാൻ കിട്ടും. അപ്പോൾ തൊലിന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ വൈറ്റ് പോർഷൻ വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതങ്ങനെ പിരിഞ്ഞ പോലെ തോന്നും, പക്ഷെ അത് നോർമൽ ആണ് കേട്ടോ, അത് പ്രോബ്ലം ഒന്നുമില്ല. അതും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിലോട്ട് ഒരു 1/4 കപ്പ് കാഷ്നട്ടും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. ആൽമണ്ട്സും പിസ്തയും എല്ലാം ചേർക്കാം. അതൊക്കെ നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ഓവർ ബീറ്റ് ആയി പോകരുത്, ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി. ഓവർ ബീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന്റെ ടെക്സ്ചർ മാറും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചായി ഇടുക. 2 സെക്കൻഡ് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യാൻ നിർബന്ധമില്ല, നമുക്ക് സ്പാറ്റുല വെച്ചും മിക്സ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് വേഗം മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊടി ഒന്ന് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിലുള്ള ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ നോർമൽ കേക്ക് പോലെ റിബൺ കൺസിസ്റ്റൻസിയിലല്ല വേണ്ടത്. ഇത്തിരി കട്ടിയുള്ള ബാറ്ററാണ് നമ്മുടെ പ്ലം കേക്കിന് എപ്പോഴും വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് പ്ലം കേക്കിന്റെ ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ബട്ടറൊക്കെ തേച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ബാറ്റർ ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ ഈ ബാറ്റർ കുറച്ച് തിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം അതിലത്തെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 180 ഡിഗ്രിയിൽ തന്നെ ഒരു 40 to 45 മിനിറ്റ്സ് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്ലം കേക്ക് ഒക്കെ 2 days കഴിഞ്ഞ് മുറിക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഒരു 2 ദിവസം നമ്മൾ ഈ ജ്യൂസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം. നിങ്ങൾക്ക് ഇതിന്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേക്കിന് ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തിട്ടല്ല ചേർത്തിരിക്കുന്നത്, നേരിട്ട് ബ്രൗൺ ഷുഗർ ചേർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിന് കാരമൽ കളർ വാങ്ങി കിട്ടും, അത് ചേർക്കാം. കളർ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് ചേർക്കാം. ആ കളറിൻ്റെ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ടേസ്റ്റ് ആൻഡ് ടെക്സ്ചർ വൈസ് പെർഫെക്റ്റ് പ്ലം കേക്ക് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു പോണ ടെക്സ്ചറാണുള്ളത്. ഭയങ്കര സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂസ് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അതേപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.